ഹമാസ് സൈനിക ഇന്റലിജൻസ് തലവൻ ഒസാമ തബാഷിനെ കാലപുരിയിലേക്ക് അയച്ച് ഇസ്രായേൽ സൈന്യം. കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിലൂടെയാണ് ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ അതിശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഇന്റലിജൻസ് ഏകോപിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൽ ഒസാമ തബാഷ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. വർഷങ്ങളായി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഒസാമ തബാഷ്. ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇയാൾ പ്രവർത്തിച്ചിരുന്നു. കൂടാതെ ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ ഉൾപ്പെടെ ഹമാസിന്റെ ഗൂഢാലോചനയിൽ ഉസാമയ്ക്കും പങ്കുണ്ടായിരുന്നു. ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഇയാൾ ശേഖരിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷിനെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുമ്പോൾ ഇതിനോട് പ്രതികരിക്കാൻ ഹമാസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഹമാസിന്റെ ഇന്റലിജൻസ് യൂണിറ്റിന്റെയും തലവനായിരുന്നു ഒസാമ തബാഷ്. ഹമാസിന്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിലെ പ്രധാന നേതാവായ ഒസാമ തബാഷ് ഹമാസിന്റെ ഖാൻ യൂനിസ് ബ്രിഗേഡിലെ ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ വിവിധ പ്രധാന പദവികൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2005-ൽ ഗാസ മുനമ്പിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിൽ ഷിൻബെറ്റ് കോർഡിനേറ്റർ ഒഡൈഡ് ഷാരോൺ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ ഒസാമ തബാഷിന് നിർണായക പങ്കുണ്ടായിരുന്നു. തെക്കൻ ഗാസയുടെ ഇന്റലിജൻസ് മേധാവി എന്ന നിലയിൽ ഹമാസിന്റെ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിലും അവ നടപ്പാക്കുന്നതിലും ഒസാമ തബാഷിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നുവെന്നും ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒസാമ തബാഷിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെന്നും IDF പറയുന്നു. അതേസമയം ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ആഴ്ച ഇസ്രായേൽ ഇടനാഴി തിരിച്ചുപിടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ സൈനിക നീക്കം ഇതിനിടയിൽ ശക്തമാവുകയാണ്. ഗാസയുടെ വടക്കും തെക്കും ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നു കയറുകയാണ്. വടക്കൻ പട്ടണമായ ബെയ്റ്റ് ലാഹിയിലേക്കും തെക്കൻ അതിർത്തി നഗരമായ റാഫയിലേക്കും ഇസ്രായേൽ സൈന്യം നീങ്ങിയിട്ടുണ്ട്. ഗാസ നഗരത്തിന് പടിഞ്ഞാറുള്ള 3ഇടങ്ങളിൽ സൈന്യം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു. ഗാസ സിറ്റിയുടെ കിഴക്ക് ഭാഗത്ത് വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിൽ ഒരു ദമ്പതികളും അവരുടെ 2 കുട്ടികളും കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിൽ മറ്റു 2 കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം തെക്കൻ നഗരമായ റാഫയിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇനി ആരൊക്കെ കാലപുരിയിലേക്ക് പോകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം.